അമ്മയ്ക്ക് പിന്നാലെ അച്ഛനും യാത്രയായതോടെ നാടിന്റെ മുഴുവൻ വേദനയായി മാറിയിരിക്കുകയാണ് കായംകുളം പുള്ളിക്കണക്കകത്ത് ശിവതയും ശിവശങ്കറും. അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം ബാക്കിയാക്കി മാതാപിതാക്കൾ മടങ്ങിയതോടെ സുമനസുകളുടെ സഹായം മാത്രമാണ് ഇവരുടെ ഏക പ്രതീക്ഷ. കായംകുളം പുള്ളിക്കണക്ക് വലിയതറ വടക്കത്തിൽ പ്രദീപിന്റെ ഭാര്യ അശ്വതി 2022 ഡിസംബറിൽ അർബുദത്തെ തുടർന്ന് മരണമടഞ്ഞു. ഇക്കഴിഞ്ഞ 9-ാം തീയതി കായംകുളത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ അച്ഛൻ പ്രദീപും മരിച്ചു. സാമ്പത്തികമായി ഏറെ പ്രയാസത്തിലായതോടെ വിദേശത്തേക്ക് സുഹൃത്തുക്കളുടെ സഹായത്തോടെ പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു പ്രദീപിന്റെ മരണം. മുത്തച്ഛൻ ഉണ്ണിയാചാരിയും അമ്മൂമ്മ പ്രസന്നയുമാണ് ശിവശങ്കറിനെയും ശിവതയെയും നോക്കുന്നത്. എന്നാൽ പ്രായാധിക്യത്താൽ ഇവർക്ക് ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ്. നിലവിൽ ഒറ്റമുറി വീട്ടിലാണ് ഈ മക്കളും മുത്തച്ഛനും മുത്തശ്ശിയും കഴിയുന്നത്. ഇതിന് പുറകിലേക്ക് ഷീറ്റ് ഉപയോഗിച്ച് മുറിയും കെട്ടിയിട്ടുണ്ട്. പാചകവും അന്തി ഉറങ്ങുന്നതുമെല്ലാം ഇതിൽ തന്നെ. കുട്ടികൾക്ക് സ്വസ്ഥമായിരുന്ന് പഠിക്കാൻ പോലും ഇവിടെ സൗകര്യമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വീട് വേണം, അത് അത്യാവശ്യം. പ്രമാണം ബാങ്കിലിരിക്കുക. 3 ലക്ഷം രൂപയ്ക്കാണ് എൻ്റെ മോൻ വെച്ചത്. അതിപ്പം പലിശയും കൂടെ കൂടി 5 ലക്ഷത്തിൽ കൂടുതലായിരിക്കുക. ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല അത് അടച്ചെടുക്കാൻ. നാട്ടുകാരുടെ എല്ലാ സഹായത്തോട് വേണം ഇനി ഞങ്ങൾ ജീവിക്കാൻ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഒരു ആശ്രയമില്ലാതെ. 2 വർഷം മുൻപ് ലൈഫ് ഭവന പദ്ധതി വഴി ഇവർക്ക് വീട് അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് അശ്വതിയുടെ രോഗവിവരം അറിയുന്നത്. ഇതോടെ വീടെന്ന സ്വപ്നവും നിലച്ചു. കായംകുളം സഹകരണ ബാങ്കിൽ നിന്നും പ്രദീപ് 3 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇതിലിപ്പോൾ പലിശ സഹിതം 6 ലക്ഷത്തോളം രൂപയായിട്ടുണ്ട്. പഠിക്കാൻ മിടുക്കരാണ് 2 കുട്ടികളും. ശിവശങ്കറിന് ലോക്കോ പൈലറ്റ് ആകാനാണ് താല്പര്യം. ഈ ലക്ഷ്യത്തിലാണ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠനം ആരംഭിച്ചത്. ശിവതയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നതേയുള്ളൂ. ഭക്ഷണമടക്കമുള്ള ദൈനംദിന ചിലവും കുട്ടികളുടെ പഠനത്തിനായുള്ള ചിലവും കണ്ടെത്തുന്നതിന് സുമനസുകളുടെ സഹായം മാത്രമാണ് ഇനി പ്രതീക്ഷ. ന്യൂസ് 18 കായംകുളം.